ഒക്ടോബർ 7-ന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം. ഏറെ കലുഷിതമായി തുടരുന്ന യുദ്ധ സാഹചര്യം സാധാരണക്കാരെയാണ് നട്ടം തിരിക്കുന്നത്. ഇപ്പോഴിതാ ഗാസയിൽ തുടരുന്ന ഈ ആക്രമണം 21-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമാണ്. ഗാസയിൽ 10 മാസമായി ഇസ്രയേൽ തുടരുന്ന ആക്രമണം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമാണെന്ന് ഇസ്രയേലി മാധ്യമമായ ഹാരിറ്റ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നു. താരതമ്യേന കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയും അധികം മരണങ്ങൾ മറ്റു യുദ്ധങ്ങളിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒക്ടോബർ 7-ന് ശേഷമുള്ള ആക്രമണത്തിൽ ഇതുവരെ 40,000-ന് മുകളിൽ ആളുകളാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഗാസ മുനമ്പിലെ ജനസംഖ്യയുടെ 2% വരും ഇത്. ഗാസയിലെ ജനസംഖ്യ താരതമ്യേന കുറവായതും മറ്റു യുദ്ധങ്ങൾ വർഷങ്ങൾ നീണ്ടുനിന്നതും പരിശോധിക്കുമ്പോൾ 40,000-ന് മുകളിൽ വരുന്ന മരണസംഖ്യ വലിയൊരു കണക്ക് തന്നെയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. അതേസമയം റഷ്യയ്ക്ക് എതിരായ യുദ്ധത്തിൽ ഉക്രൈനിലെ 0.45% സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. സിറിയയിൽ 2011-ൽ ആരംഭിച്ച് ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന യുദ്ധത്തിൽ 2% പേർ കൊല്ലപ്പെട്ടു. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏകദേശം 5% പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അടുത്ത കാലത്ത് ലോകത്ത് തന്നെ നടന്ന മറ്റു സംഘർഷങ്ങളിലേക്കാൾ അധികം മരണങ്ങൾ ഗാസയിൽ ഉണ്ടായതായാണ് ജെറുസലേം ഹീബ്രു സർവകലാശാലയിലെ പ്രൊഫസർ ഡാൻ മിയോഡൌണിക് ഹാരിറ്റ്സിനോട് പറഞ്ഞത്. യഥാക്രമം 25,000 പേരും 9,100 പേരും കൊല്ലപ്പെട്ട മ്യാൻമറിലെ റോഹിംഗ്യൻ കൂട്ടക്കൊലയുമായും ഇറാഖിലെ യസീദി വംശഹത്യയുമായാണ് അദ്ദേഹം ഗാസയിലെ യുദ്ധത്തെ താരതമ്യപ്പെടുത്തിയത്. ഗാസയിൽ പ്രതിമാസം ഏകദേശം 4,000-ഓളം പേർ കൊല്ലപ്പെടുന്നുണ്ട്. 2015-ൽ ഇറാഖിൽ IS-യുമായുള്ള ഏറ്റുമുട്ടലിനിടെ 1,370 പേരാണ് ഒരു മാസം കൊല്ലപ്പെട്ടത്. 1991-ലെ യുഗോസ്ലേവ് യുദ്ധങ്ങൾക്കിടെ ബോസ്നിയയിൽ ഒരു മാസത്തിനിടെ 2,097 പേർ കൊല്ലപ്പെടുകയുണ്ടായി. 4 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആകെ 63,000 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ബോംബുകൾ നിരന്തരം വർഷിക്കുകയും കടുത്ത ഉപരോധം നേരിടുകയും ചെയ്യുന്നതിനാൽ ഗാസയിൽ നിന്ന് ആളുകൾക്ക് പലായനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുകയാണ്. അതോടൊപ്പം യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റവർക്കും ക്യാൻസർ ബാധിച്ചവർക്കും മാത്രമാണ് ഗാസയിൽ നിന്ന് പുറത്തേക്ക് ചികിത്സയ്ക്കായി പോകാൻ സാധിച്ചത്. ഭൂരിഭാഗം പേർക്കും ഗാസ മുനമ്പിൽ സുരക്ഷിത ഇടം തേടി അലയാൻ മാത്രമാണ് ഇപ്പോഴും സാധിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ സുരക്ഷിത സ്ഥലങ്ങളായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ബോംബാക്രമണങ്ങളാണ് സൈന്യം നടത്തുന്നതെന്നും ഹാരിറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസയിൽ പലസ്തീനികൾക്ക് അഭയാർത്ഥികളാകാൻ സാധിക്കില്ല. കള്ളക്കടത്തുകാർക്ക് $10,000 നൽകി തുരങ്കങ്ങളിലൂടെ ഈജിപ്തിലേക്ക് കടക്കുക മാത്രമായിരുന്നു ഏക പോംവഴി. അതിപ്പോൾ സാധ്യവുമല്ല. ഇവിടുത്തെ ജനങ്ങൾ അത്രയും കുടുങ്ങിക്കിടക്കുകയാണെന്നതാണ് അർത്ഥമാക്കുന്നത്. അതാണെങ്കിലോ അതിഭീകരമായ അവസ്ഥയാണെന്നാണ് ഡാൻ മിയോഡൌണിക് പറയുന്നത്. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളുമായി ഗാസയിലെ യുദ്ധത്തെ ഹാരിറ്റ്സ് താരതമ്യം നടത്തി. സംഘർഷത്തിനിടെ സിറിയയിലുള്ള നിരവധി പേർക്ക് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുണ്ടായി. 2022-ലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് നിരവധി ഉക്രൈനികൾക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം ഒരു ചെറിയ ഭൂപ്രദേശത്താണ് സംഭവിക്കുന്നത്. എന്നാൽ ലോകത്തുള്ള മറ്റു യുദ്ധങ്ങൾ പലപ്പോഴും വലിയ പ്രദേശത്താണ് സംഭവിക്കാറ്. ഏകദേശം 360 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഗാസയുടെ വിസ്തൃതി. ഇതും മരണസംഖ്യ കൂടാൻ കാരണമാകുന്നുണ്ട്. വ്യോമാക്രമണം, ബോംബ് സ്ഫോടനം, വെടിവെപ്പ് എന്നിവ കൊണ്ട് മാത്രമല്ല ഗസക്കാർ കൊല്ലപ്പെടുന്നത്. തകർച്ചയിലായി ആരോഗ്യ സംവിധാനങ്ങളുമുണ്ട്. മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും അഭാവം, പകർച്ചവ്യാധികളുടെ വ്യാപനം എന്നിവയെല്ലാം പലസ്തീനികളുടെ മരണത്തിന് കാരണമാകുന്നു. ഏകദേശം 10 ലക്ഷത്തോളം ഗാസക്കാർ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം മരണപ്പെടുന്നു. 1,700,000 പേർ കരൾ വീക്കമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ മറ്റ് അസുഖങ്ങളാലും വലയുന്നുണ്ട്. പകർച്ചവ്യാധിയായ പോളിയോയും ഗാസയിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗുരുതര സ്ഥിതിയാണ് ഉയർത്തുന്നത്. ഉയർന്ന അളവിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, പോഷകാഹാരക്കുറവ്, പട്ടിണി എന്നിവ കാരണവും ഗാസക്കാർ മരിക്കുകയാണെന്നും ഹാരിറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ മരണസംഖ്യ 40,000-ന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. എന്നാൽ യൂറോപ്പിലെ ആരോഗ്യ ജേണലായ ദ ലാൻസെറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 1,86,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇത് ഏകദേശം ഗാസയിലെ ജനസംഖ്യയുടെ തന്നെ 8%-ഓളം വരും.